നമ്മുടെ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ NSSൻ്റെ നേതൃത്വത്തിൽ മനസ്സ് സർഗോത്സവം ഈ ദിവസങ്ങളിൽ അരങ്ങേറുകയാണ്. നമ്മുടെ NSSൻ്റെ ഈ വർഷത്തെ പുതിയ സാരഥികളായ നിങ്ങളുടെ നേതൃത്വത്തിലാണ്, ചുണക്കുട്ടികളായ നിങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ മനസ്സ് സർഗോത്സവം അരങ്ങേറുന്നത് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. കോവിഡ് എന്ന മഹാമാരിയുടെ പ്രതിസന്ധിയിൽ കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സർഗോത്സവത്തെ ഒരു ഉത്സവമാക്കി തീർക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളിലെ അന്തർലീനമായിരിക്കുന്ന സർഗവാസനകളെ പൂത്തുലയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ, സർഗോത്സവങ്ങൾ നമ്മൾ നടത്തി വരുന്നത്. ഇന്ന് ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാ കൊച്ചു കലാകാരന്മാർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കട്ടെ. അതുപോലെ തന്നെ ആ കലാപ്രകടനങ്ങൾ കാണുവാനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുകയാണ്. നമ്മുടെ കോർഡിനേറ്ററായ ജോയി മാഷിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ സ്കൂളിൻ്റെ NSSൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജസ്വലമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരുണത്തിൽ ആ നേതൃത്വ പാഠവത്തിന് മാഷുക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ കൊറോണ കാലത്തുകൂടി NSS സെല്ലിൽ നിന്ന് പറയുന്നതായ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിക്കുകയും അവർ പറയുന്നതായ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാഷുക്ക് ഇത്തരുണത്തിൽ ജോയി മാഷുക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇത് സമ്മാനം എന്നതല്ല, സമ്മാനം ലഭിക്കും എന്നുള്ളതല്ല, ഒരു മത്സരങ്ങളുടെ അടിസ്ഥാനം നമ്മുടെ കഴിവുകളെ വികസിപ്പിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കാനായിട്ടുള്ളൊരു ആത്മധൈര്യം നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ കലാപ്രകടനങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. അത് നമ്മുടെ മനസ്സിൽ വിചാരിക്കുക. എല്ലാവർക്കും ഈ കലാപ്രകടനങ്ങൾ നടത്തുന്ന എൻ്റെ എല്ലാ കൊച്ചു കലാകാരന്മാർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും ആശംസകളും. നമസ്കാരം. ഈശ്വരന്റെ പ്രവർത്തനത്തിലുള്ള മനുഷ്യരുടെ ആഹ്ലാദമാണ് കല എന്നാണ് പ്രസിദ്ധ എഴുത്തുകാരനായ റസ്കിൻ ബോണ്ട് പറയുന്നത്. സെന്റ് ജോൺസ് NSSന്റെ നേതൃത്വത്തിൽ മനസ്സ് സർഗോത്സവം എന്ന് പേരിൽ വിളിക്കുന്ന 50 വളണ്ടിയേഴ്സിന്റെ സർഗാത്മക കഴിവുകളാണ് 3 ദിവസങ്ങളിലായി ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വിദ്യാർത്ഥികളെയും കൂടി ഉറങ്ങിക്കിടക്കുന്ന കലയെ അഥവാ കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാൻ ഈ പരിപാടിക്ക് കഴിയും. COVID-19ന്റെ ദുഷ്കരമായ പാതയിൽ നാം സഞ്ചരിക്കുമ്പോഴും ചെറിയൊരു മാനസികോല്ലാസവും സൗഹൃദവും പങ്കിടുവാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്നത് ചെറിയൊരു കാര്യമല്ല. ഞങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകിയ പ്രിൻസിപ്പൽ റൈസൽ മാഡം, പ്രോഗ്രാം ഓഫീസർ ജോയ് സാറും ഗ്രൂപ്പ് ലീഡേഴ്സും എല്ലാ വളണ്ടിയേഴ്സിനും ഈ നിമിഷം ഏറെ നന്ദിയോടെ ഓർക്കുന്നു. വിദ്യ ബുദ്ധി സൃഷ്ടിക്കുന്നു, കല ഹൃദയത്തെ സൃഷ്ടിക്കുന്നു, കലയും ഹൃദയവും ചേർന്ന്. ഞാൻ ഉദ്ദേശിച്ച് മോണാക്ട് ചെയ്യാനാണ്. പക്ഷെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് നിങ്ങൾ പറയുന്ന തീമിന് ഞാൻ മോണാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇത് നിർത്താം. ചാൻസ് ആണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന തീമിനാണ് ഞാൻ മോണാക്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളൊക്കെ എന്തിങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പണി തരാൻ കിട്ടുന്ന ചാൻസ് നന്നായിട്ട് പണി തരും. പറ, ഒരു തീം പറ. തീം മീനിങ് ഫുൾ ആവണം കേട്ടാ. അവിടെ നിന്ന് ഇവിടുന്ന് പിടിച്ച് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു തീമും ഇല്ല. എന്നാൽ ഞാൻ ഒരു കുഞ്ഞു സംഭവം കാണിച്ചു. നമ്മുടെ പ്രായമുള്ള കുട്ടി
ഒരു പെൺകുട്ടി. കുട്ടി കോളേജിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടാ. പക്ഷെ തിരിച്ചു വരുന്ന കുട്ടി മരിച്ചിട്ടാ. അപ്പോൾ നമുക്കുണ്ടല്ലോ അമ്മയും അച്ഛനൊക്കെ. അപ്പം നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെ ഒക്കെ അമ്മയുടെ ഒരു ഫീലിംഗ് ആണ് കാണിക്കാൻ പോണത്. വന്നോ? എന്റെ മോള് വന്നോ? രാവിലെ പോയതാ. എന്നും പോവേ. പാവം ബസ്സിലൊക്കെ പോവാ. വന്നോ? ശബ്ദം കേൾക്കണ്ടേ? എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എന്റെ മോളില്ലാത്തൊരു ജീവിതം. നോക്കേട്ടെ, നമ്മുടെ മോളെ മരിച്ചു എന്ന് പറയണേ. പൊന്നുപോലെ നോക്കിയതാ 18 വർഷം. നോക്കി പോവാ എന്നും പറയുന്നേ, എന്നും പറയൂ. പക്ഷെ കുറച്ച് കളിയാണേ, ഭയങ്കര കളിയാ. 18 വയസ്സായതിന്റെ ഒരു ബോധമില്ല ആൾക്ക്. എന്റെ പൊന്നു മോള. നമ്മളൊക്കെ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം? ഒരു ദിവസം അവരിങ്ങനെ പോകുമ്പോ നമ്മൾ ആലോചിക്കണ്ടേ നമ്മുടെ ഒരു അവസ്ഥ. വന്നിണ്ടാവൂലേ? ശബ്ദം കേൾക്കണ്ടേ? കേട്ടാ? കേട്ടാ? ശബ്ദം കേൾക്കണ്ടേ? പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചേ. 2 ദിവസം കഴിഞ്ഞൊരു കല്യാണം ഉണ്ട്. എന്റെ മോളുടെ കൂട്ടുകാരിയ പുതിയ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞോള്. ഇതിന്റെ കാശില്ല. അപ്പുറത്തെ വീട്ടിലെ വീട്ടിൽ ചോദിച്ചിട്ട് കാശ് മോളുടെ ആഗ്രഹല്ലേ. അച്ഛൻ വന്നിട്ടുണ്ട്, എന്റെ കൂട്ടുകാര് വന്നിട്ടുണ്ട്. കല്യാണത്തിന് പോണ്ടേ? കല്യാണത്തിന് പോണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിട്ടില്ല. കൊറേ ദൂരെയാണേ, പെൺകുട്ടിയല്ലേ, രാത്രി ഒറ്റയ്ക്ക് പോരണ്ടെന്ന് പറഞ്ഞിട്ട് പൊന്നുമോള് കിടക്ക് നോക്ക്. അവളെ എനിക്കുന്നേ, അവള് പറ്റിക്കാണ്, കണ്ണടച്ച് കിടക്കാണ്. ഒരു പ്രശ്നമില്ല. നോക്കിയേ, അങ്ങനെ നോക്കിയേ. വന്നേ, എനിക്ക് ഇഷ്ടമുള്ള അമ്മ ഉണ്ടാക്കി വെച്ചു. വാ വാ. എന്താ അങ്ങനെ കിടക്കണേ? രാവിലെ 6 മണിക്ക് വിളിച്ചാലും അവളെ എനിക്കില്ല. അവളെ 6 മണിക്ക് അമ്മക്ക് വിളിക്കുന്നു. പക്ഷെ അവൾക്ക് മടിയാ. രാവിലെ അല്ലേ പുതപ്പും പൊതിച്ച് കിടക്കും. കിടക്കണമെങ്കിൽ പുതപ്പും പൊതിച്ചിട്ട് ഉറങ്ങാവൂലേ? ഉറങ്ങിക്കോട്ടെ, അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നു. ഇങ്ങനെ കരയണേ? നമ്മുടെ മോൾക്കൊന്നും പറ്റിയിട്ടില്ല. നീ പോയിട്ട് ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നേ. ഓൾക്ക് കുളിച്ചിട്ട് പോവാനുള്ളത്. ഇനി എന്താ അമ്മേനെ കാണാൻ എന്റെ പൊന്നു മോള് വരിക? എന്റെ ദൈവമേ. 2019 ഡിസംബർ 19 ചൈനയിലെ വുഹാൻ എന്ന പ്രദേശത്ത് ആദ്യമായി ഈ വൈറസ് സ്ഥിരീകരിച്ചു. അവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുക്കുകയും ഒട്ടും വൈകില്ല. ലോകം മുഴുവനും ഇത് വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. പനി, തൊണ്ടവേദന തുടങ്ങിയവയായിരുന്നു മതിലായ ആദ്യ ലക്ഷം. ഒരു ചെറു പനി തുടങ്ങി മനുഷ്യന് മരണത്തിലേക്ക് ഈ വൈറസ് ബാധിപ്പിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായ ശ്രീമതി കെ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനം ശ്രദ്ധേയമായി. May his stride increase, awoke one night from a deep dream of peace. And he saw within the moonlight in his room, making it rich and rich like a lily in bloom. An angel writing in a book of gold, exceeding peace had made Abu Ben Adam bold. And to the presence in the room he said, what greatest though the vision raised its head, with a look made of all peace echoed. Answered, the name of those who love the Lord. Is there mine one? asked Abu. Nay, not so, the angel replied. Abu spoke more low, but still cheerily and said, I pray thee then, write me as one who loves his fellow men. The angel wrought and vanished. The next night it came again with an awakening light, and shown him whom love of God had been blessed. And lo,
കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് മേലെ പുലർന്നപ്പോ പോയാതാണേ മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി കാലം പുലർന്നപ്പോ പോയാതാണേ കണ്ടോ നാട്ടാരെ കണ്ടോ എന്നാട്ടാരെ ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ കാലമതി കാലം കൂരേന്നു പോയില്ലേ തിരികെ വന്നപ്പോ കണ്ടില്ലോളെ ഉണ്ണി കരയുന്നേ കുഞ്ഞുണ്ണി കരയുന്നേ ഉണ്ണിടമ്മ ഇതെങ്ങു പോയി ഉമ്മ കൊടുക്കാണ്ട് പൊന്നുമ്മ കൊടുക്കാണ്ട് ഉണ്ണിടമ്മ ഇതെങ്ങു പോയി ഉണ്ണിടമ്മ ഇതെങ്ങു പോയി ഉണ്ണിടമ്മ ഇതെങ്ങു നടുങ്ങി വിളിച്ചു നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് നാം സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു. ചൈനയിലെ വുഹാൻ എന്ന രാജ്യത്ത് നിന്ന് തുടങ്ങി ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ രോഗം നമ്മുടെ പടിവാതിക്കലും എത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ വൈറസിന് മുന്നിൽ നമ്മുടെ കുമുഖവാതിൽ കൊട്ടിയടച്ചേ മതിയാകും. അതെ, പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കുക. അത്യാവശ്യ ഘട്ടത്തിൽ പുറത്തിറങ്ങേണ്ടി വന്നാൽ സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കാം. കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന ഈ സമയം സമൂഹത്തെ സേവിക്കാനുള്ള സമയമായി നമുക്ക് ശ്രദ്ധിക്കാം. സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് സേവനം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരെയും പോലീസിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. അതിജീവനത്തിൻ്റെ ഈ കാലഘട്ടം ആധിരാവിൻ്റെ അനാധിപ്രകൃതിയിൽ ആരംഭമിട്ടോര സംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചിതുമ്പലരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നി സൂരചക്രത്തിലൊതുങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൾ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻകഴുകന്റെ ചിറകടിയെങ്കിലും ഞെട്ടാതെ ദമ്യമായി തൽസിരാചക്രത്തിൽ അദ്ഭുത വീര്യമായി നിന്നതാണഗ്നി പഞ്ചേന്ദ്രിയങ്ങൾ അറുത്തു ഭൂമിച്ചതാ വഞ്ചിതാജ്വാല തൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും വൻതപം ചെയ്ത മരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യപരിപാകമഗ്നി എന്നയലത്തെ പഠിപ്പുരക്കാത്തിടുമെന്ന വിളക്കിൻ തിരിയുടെ നാമ്പിലായി മഞ്ഞിൻ കുളിർമയും ഓർമ്മ തൻ തുമ്പിലെ മന്ദസ്മിതവുമായി നിൽക്കും വെളിച്ചമേ ആ വെളിച്ചത്തിൻ്റെ നേരിയ സൗഹൃദ മാധുരിയൂറി വരുന്നതുമഗ്നി കണ്ണുനീർ ദീർഘനിശ്വാസമായി മാറ്റിയും കാളമേഘത്തെ കടലാക്കി മാറ്റിയും കല്ലും മലകളും കല്ലോലമാക്കിയും കാലപ്രവാഹ കളഗീതി പാടിയും രുദ്രസമാസ്മര വിദ്യുല്ലതിക പോൽ കത്തി നിൽക്കുന്ന മഹാശക്തിയാണു നീ കത്തി നിൽക്കുന്ന മഹാശക്തിയാണു നീ പണ്ടുകാലത്തു മറന്നിട്ടു പോന്നൊരു സംഹാര രാക്ഷസ ശക്തിശാപങ്ങളെ ഒന്നിച്ചു കൂട്ടി ജ്വലിപ്പിച്ചു മാനവ ജന്മത്തിൽ ഉഗ്രവിപത്തായി വരുന്ന നീ കണ്ണിമയ്ക്കുന്നു മുൻപിലീ വിശ്വങ്ങൾ വെണ്ണീറിടുമണുസ്ഫോടനമായിടാ ഖാണ്ഡവമെത്ര ദഹിച്ചു നീ കൗരവ പാണ്ഡവ രാജ്യങ്ങളെത്ര ദാഹിച്ചു സൂര്യാന്വയങ്ങളും ചന്ദ്രാന്വയങ്ങളും ആര്യപുരാതനത്വത്തിൽ ഹോമിച്ചു നീ മായാവിവശതമായവ പിന്നെയും ഓരോ തരം പുനർസൃഷ്ടി മോഹിക്കയാ ആൺമയിൽ പീലിയിൽ മാരിയിൽ ചാർത്തിനി ആൺകുയിൽ കണ്ഠം
പ്രളയാർദ്രമാക്കിനി അന്തിവിൻ മുറ്റത്തൊരായിരം കൈത്തിരി തുമ്പും നനച്ചു കൊളുത്തി നിരത്തി നീ എനിക്കോജസ്സു തന്നു നീ എൻ്റെ ഈ പെണ്ണിനുതോ മനച്ചന്തം വരുത്തി കുറ്റിനകത്തെ രസതന്ത്ര വിദ്യയാൽ ദുഷ്ടനാം കാട്ടാളനെ കവിയാക്കിയും ദൃഷ്ടപൂർവങ്ങളെ തോരനുഭവസിദ്ധികൾ മുക്കുവത്താപ്തനു നൽകിയും സൃഷ്ടിയും സംഹാരവും ഒരുമിപ്പിച്ചു വൃഷ്ടിയും വേനലും കൂട്ടിക്കൊരുത്തു നീ ആധിരേതസാൽ അനാത്യന്ത വീജിയാൽ പ്രാജിപ്രതീജി പ്രണയപ്രതീകമായി ഈറ്ററ തൊട്ടു ചുടലക്കളം വരെ കൂട്ടുമറുക്കാതെ നിഷ്ഠതോടനാൽ പിന്നെയും പിന്നെയും ഒപ്പം ഭരിക്കുന്ന ദിവ്യപ്രപഞ്ച വിധാനമാണഗ്നി ദിവ്യപ്രപഞ്ച വിധാനമാണഗ്നി ദിവ്യപ്രപഞ്ച. കൊറോണ വൈറസ് അഥവാ കോവിഡ്-19 കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തെമ്പാടും ഭീതിയിലായിരിക്കുക ഒരു മഹാമാരിയായി തുടരുകയാണ് കൊറോണ വൈറസ്. 2019 നവംബർ 17 കൊറോണ വൈറസ് ആദ്യമായി സ്ഥിരീകരിച്ചത്. 2019 ഡിസംബറിലാണ് ഈ കൊറോണ രോഗത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പുറം ലോകം മൊത്തം അറിഞ്ഞു തുടങ്ങിയത്. ഈ സന്ദർഭത്തിൽ നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് കൊറോണ വൈറസിനെ തടയാനായിട്ട് സാധിക്കും. കൈകൾ സോപ്പും സാനിറ്റൈസറും ഉപയോഗിച്ച് കഴുകുക, പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുക, മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മിനിമം 1 മീറ്റർ അകലെങ്കിലും പാലിക്കുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. കൊറോണ വൈറസ് അഥവാ കോവിഡ്-19 ലക്ഷണങ്ങൾ പനി, ചുമ, ശ്വാസതടസ്സം എന്നിവയൊക്കെയാണ്. ഇവയല്ലാതെയും പലർക്കും രോഗം വന്നു പോകാറുണ്ട്. പ്രായമായവർ, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്കാണ് കൂടുതലും ഈ രോഗം ഗുരുതരമായി കാണാറുള്ളത്. ഇത്തരം രോഗങ്ങളുള്ളവർ വീടുകളിൽ തന്നെ തുടരാനായിട്ട് ആണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും മറ്റും പറയുന്നത്. നമ്മൾ ഇനി പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ലോകം മുഴുവൻ വ്യാപിച്ചു വരുന്നു. 1960കളിലാണ് കൊറോണ വൈറസിനെ ആദ്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞത്. ഇവയെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മുൾക്കിരീടത്തിൻ്റെ ആകൃതിയിലാണ് കാണാൻ കഴിയുന്നത്. കോവിഡ്-19 എന്ന ലോകാരോഗ്യ സംഘടന പേര് നൽകിയ കൊറോണ വൈറസ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവനെടുത്തത് ചൈനയിലാണ്. ഇന്ത്യയിലും രോഗബാധിതരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലായിരുന്നു. ചൈനയിൽ നിന്ന് എത്തിയ 3 വിദ്യാർത്ഥികളിൽ നിന്നാണ് രോഗം കണ്ടെത്തിയത്. സാധാരണ ജലദോഷപ്പനിയെ പോലെ മെർസ്, സാർസ്, ന്യൂമോണിയ പോലുള്ള ഒരു കൂട്ടം വൈറസുകളാണ് കൊറോണ വൈറസ് എന്നറിയപ്പെടുന്നത്. ഇവ RNA വൈറസ് കുടുംബ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇവ പക്ഷികളിലും മൃഗങ്ങളിലും രോഗമുണ്ടാക്കുന്നുണ്ട്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഇവയെ സിനോട്ടിക് വൈറസ് എന്നറിയപ്പെടുന്നു. ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഇവ ആദ്യമായി ശരീരത്തിൽ നിന്ന് ജീവനുള്ള കോശങ്ങൾ ഹൈജാക്ക് ചെയ്യുകയും സ്വാഭാവിക ഉത്പാദന സംവിധാനത്തെ ഉപയോഗിച്ച് തൻ്റെ തകർത്തും ചൂഷണം ചെയ്യുകയും അവ സ്വയം കോശവിഭജനം നിർത്തിവെപ്പിച്ച് പെരുകുകയാണ് ചെയ്യുന്നത്. ഇവ ശരീരസ്രവങ്ങളിൽ നിന്നാണ് പെരുകുന്നത്. തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും വായിൽ നിന്ന് തെറിക്കുന്ന ശരീരസ്രവങ്ങളിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് രോഗം പടരുന്നത്. സാധാരണ ജലദോഷത്തിനെ പോലെ ശ്വാസകോശനാളിയാണ് ഇവ ആദ്യം ബാധിക്കുന്നത്. പ്രായമായവരുടെ കുട്ടികളിലും ഇവ പിടിമുറുക്കും. ഗുരുതരമായ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ സാമൂഹിക അകലം പാലിക്കുകയും കൈകൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് पतंग
थी खबर इसकी, मेरे मन के सिंहासन पर तो सदा कोई विराजेगा। कोई भी कठिनाई हो या कोई हो मजबूरी, तेरी मेरी एक भी पल होवे नहीं दूरी। उड़ी उड़ी जाए, उड़ी उड़ी जाए, दिल्ली का रंग देखो, उड़ी उड़ी मुंडा तोड़ा ऑफ बीट है, पर गुड़िया देना बहुत स्वीट है। मुंडा तोड़ा ऑफ बीट है, पर गुड़िया देना बहुत स्वीट है। ढोंगी साई बड़ा डीप है, वायरल हो गया ये ट्वीट पर। नचते ने सारे, नचते ने सारे, नचते ने सारे,
ആഗമനത്തിനായി മൂകനായി ആശ്ചര്യമില്ലാതെ അങ്കലാപ്പില്ലാതെ കാത്തിരിക്കുന്നു ഞാനേകനായി. ഓർക്കുന്നു ഞാനീ മരുഭൂമിയിൽ നിന്ന് ദൈവനാടിൻ്റെ ആ ഗ്രാമഭംഗി. ഓർക്കാതിരിക്കാൻ കഴിയില്ലെനിക്കിന്ന് വിരഹദുഃഖത്തിൻ്റെ വേദനയിൽ. മകരമാസത്തിൻ്റെ മഞ്ഞിൽ വിരിയുന്ന പൂക്കളെ കാണുവാനെന്തു ഭംഗി. കലപില ശബ്ദമായി നിദ്രയുണർത്തുന്ന കിളികളെ കാണുവാനെന്തു ഭംഗി. കുന്നും മലകളും പാടങ്ങളുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണെൻ്റെ ഗ്രാമം. ടാറിട്ട റോഡില്ല, വൈദ്യുതിയുമില്ല, ഓലയാൽ മേഞ്ഞുള്ള കൂരകളും. നിദ്രയുണർന്നു ഞാൻ നേരെ നടന്നല്ലോ ആ കൊച്ചു പാടവരമ്പിലൂടെ. മകരമാസത്തിൻ്റെ മഞ്ഞിൻ കണങ്ങളെ മുത്തുപോൽ തഴുകിയ പുല്ലിലൂടെ. ഞാറു പറിക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന് ഉഴുതുമറിക്കുന്നൊരാണുങ്ങളും. കർഷകപ്പാട്ടിൻ്റെ ആ നല്ല വരികളാൽ നിന്റെ മനസ്സിനെ തൊട്ടുണർത്തി. വിദ്യാലയങ്ങൾക്ക് അവധിയുണ്ടാകുമ്പോൾ കുട്ടികൾ തെരുവിൽ നിറഞ്ഞിരുന്നു. ബാലികാ ബാലന്മാർ ഒന്നായി നിരന്നു ഗ്രാമത്തിനൈശ്വര്യ ദീപം പോലെ. മീനു പിടിച്ചതും തുമ്പി പിടിച്ചതും ചെടിയിൽ കളിച്ചതും ഓർമ്മ തന്നെ. പുളിയും മാങ്ങയും പങ്കിട്ടു തിന്നതും ബാല്യകാലത്തിൻ്റെ സ്മരണ തന്നെ. വൈദ്യുതിയുണ്ടെന്ന കേബിളും ഫോണും കുട്ടി ഫോണിൻ്റെ ടവറുകളും. സൗഭാഗ്യം ഇങ്ങനെ ചേർന്നു നിന്നിട്ടും എന്തേ ഇന്നാക്കും സമയമില്ല. എന്തേ കുറച്ച് കുട്ടി
ചെറുതത്തകൾ കൊഞ്ചും മൊഴിയോ പുത്തൻ പവിഴ കൊടിയോ ചെറുതത്തകൾ കൊഞ്ചും മൊഴിയോ ചാഞ്ചാടിയാടും മയിലോ. അച്ഛനുറങ്ങി കിടക്കുന്നു നിശ്ചലം നിശബ്ദത നിശബ്ദമായി വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നുപോയി ഞാനാ നിഴലുകൾ മാതിരി ഇത്തിരി ചാണകം തേച്ചവരും നിലത്തൂറങ്ങാൻ കിടന്നതെന്തിങ്ങനെ വീടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീണുപോയി നേരം വെളുത്ത നേരം മുതൽ വാരിയെടുത്തന്നെ ഉമ്മ വെച്ചമ്മയെന്നോരോന്നു ചൊല്ലി കരഞ്ഞതോർക്കുന്നു ഞാൻ നൊമ്പരം കൊണ്ടു വിതുമ്പി ഞാനെൻ കളി പമ്പരം കാണാതിരുന്നതു കാരണം വന്നവർ എന്നെ നോക്കിക്കൊണ്ട് നിന്നു നെടുവീർപ്പിടുന്നതെന്തിങ്ങനെ ഒന്നുമെനിക്കു മനസ്സിലായില്ലച്ചൻ നിന്നുണരാത്തതും ഉമ്മ തരാത്തതും ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ എൻ്റെ അച്ഛനുറങ്ങി ഉണർന്നിരിക്കും വരെ പച്ചപ്പിലാവില തൊപ്പിയും വെച്ചുകൊണ്ടച്ഛൻ്റെ കണ്ണിൽ എന്നെ തുറന്നു ഞാൻ പെയ്തു തോരാത്ത മിഴികളുമായി എൻ്റെ കൈത്തട്ടി മാറ്റി പതുക്കയൻ മാതുലൻ എന്നെ ഒരാൾ വന്നെടുത്തു തോളത്തിട്ടു കൊണ്ടുപോയി കണ്ണീരയാടിലും കണ്ടു ഞാൻ എന്തുകൊണ്ടാണച്ഛൻ നിന്നുണരാത്തത് എന്നെ എടുത്തയാളോട് ചോദിച്ചു ഞാൻ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയെന്നയാൾ നെഞ്ചകം പിന്നി പറഞ്ഞു മറുപടി